കണ്ണൂർ യാത്രയുടെ രണ്ടാം ദിവസമായി ഇന്ന് നമ്മൾ പോകുന്നത് പെരളശ്ശേരി ടെമ്പിളിലേക്കാണ്. അപ്പൊ കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ഇവിടെ വലിയൊരു ആൽമരവും അതിന് സമീപത്തായിട്ട് ഒരു പോണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ചയാണ്, ഇവിടെ വരുന്നവരെല്ലാം ഇലയിൽ ഒരു കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു കല്ല് വെക്കുന്നത് എന്നാണ് വിശ്വാസം. ഇത് മാത്രമല്ല, ഇവിടെ മറ്റൊരു വഴിപാടായിട്ട് നൽകുന്നത് കോഴിമുട്ടയാണ്. അപ്പൊ നാഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു കോഴിമുട്ട നൽകുന്നത് എന്നാണ് വിശ്വാസം. അപ്പൊ അതും എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കയറിയതിന് ശേഷം ഇവിടുത്തെ ഈ ഒരു പോണ്ടില് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ വർഷം പഴക്കമുള്ള ഒരു പോണ്ടാണിത്. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് ഇതിനടുത്ത് തന്നെ ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പെരളശ്ശേരി തൂക്കുപാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ സോഫ്റ്റിലാണ് പോയത്. അവിടെ നല്ല ലഗൂൺ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വരുന്നത് അറക്കൽ മ്യൂസിയത്തിലേക്കാണ്. അപ്പൊ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. അറക്കൽ രാജാക്കന്മാരുടെ ചരിത്രവും അവർ ഉപയോഗിച്ചിരുന്ന പുരാവസ്തു ശേഖരവും എല്ലാമാണ് ഈ ഒരു അറക്കൽ മ്യൂസിയത്തിൽ പ്രദർശനത്തിനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എല്ലാം മനസ്സിലെ അറക്കൽ മ്യൂസിയം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഓടി വരുന്നത് അറക്കൽ ആയിഷയാണ്. അപ്പൊ ആ ഒരു രാജാക്കന്മാരുടെയൊക്കെ ആ ഒരു പാരമ്പര്യത്തിലുള്ള എല്ലാവരുടെയും ഫോട്ടോയും എല്ലാം നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അറക്കൽ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കണ്ണൂർ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ലൈറ്റ് ഹൗസ് മെയിൻ്റെനൻസ് ആയതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ചു നേരം അതിന്റെ ബീച്ചിന്റെ വൈബൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കണ്ണൂർ ബ്ലോഗിന്റെ വിശേഷങ്ങള്. അപ്പൊ ഈ ഒരു സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത ആര്യാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. A to Z എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തത് ആര്യാണ്. അങ്ങനെ ഒരു പിടി നല്ല ഓർമ്മകളുമായിട്ട് കണ്ണൂരിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ പിന്നെയും ഇങ്ങോട്ട് വരണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. വേറൊരു സ്ഥലവും നമുക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണമെന്ന് അത്രയധികം ആഗ്രഹം തോന്നിയിട്ടില്ല. പക്ഷെ കണ്ണൂര് നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്.